ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അലയലുകൾ തന്നെയാണ് ഇന്നും പ്രധാന വാർത്തകളിൽ നിറയുന്നത്. അത് കേരളത്തിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, പശ്ചിമ ബംഗാളിലാവട്ടെ. കേരളത്തിലെ സാഹചര്യം 5 ദിവസം പിന്നിട്ടു തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട്. പക്ഷേ ഇതുവരെയും നമുക്കൊരു മുഖ്യമന്ത്രിയെ ആരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്. തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ഇനിയും 2 പേരുടെ സാഹചര്യം കൂടി TVKക്ക് വേണം. അപ്പോൾ അത് എത്രത്തോളം സാധ്യമാക്കാൻ വിജയ്ക്ക് കഴിയുമെന്നുള്ളതാണ് ചോദ്യം. ബംഗാളിൽ ഇന്ന് അധികാരം ഏൽക്കുകയാണ്, അധികാരിയായി മാറുകയാണ് സുവേന്ദു അധികാരി. അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്കാം തലക്കെട്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഇന്ന് നിർണായക ദിനം. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയ്ക്ക് സംസ്ഥാന നേതാക്കൾ. മുഖ്യമന്ത്രിയെ നാളെ തീരുമാനിക്കാൻ സാധ്യത. VD സതീഷിന് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധം തുടരുന്നു. സമ്പൂർണ്ണ തോൽവിയിൽ ചർച്ചയ്ക്ക് മാണി വിഭാഗം. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത്. റോഷി അഗസ്റ്റിനെതിരെ കടുത്ത വിമർശനത്തിന് സാധ്യത. തമിഴ്നാട്ടിൽ തീരാതെ രാഷ്ട്രീയ അനിശ്ചിതത്വം. വിജയുടെ സത്യപ്രതിജ്ഞ വൈകുന്നു. ഭൂരിപക്ഷത്തിനായി അവസാന ശ്രമം. TVKയെ പിന്തുണയ്ക്കുന്നതിൽ AMMKയിൽ ഭിന്നത. AMMK MLA കാമരാജ് വിജയെ പിന്തുണയ്ക്കുന്ന കത്തിൽ ഒപ്പിടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. എതിർപ്പുമായി TTV ദിനകരൻ. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ ഇന്ന് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിത യാത്രയ്ക്കായി പ്രൊജക്ട് ഫ്രീഡം ആരംഭിക്കുമെന്ന് അമേരിക്ക. വാണിജ്യ കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാൻ US പടക്കപ്പലുകൾ അകമ്പടിയാകുമെന്ന് ട്രംപ്. ഖാർഗ് ദ്വീപിലെ ആക്രമണത്തിൽ കടലിൽ എണ്ണച്ചോർച്ച. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് തകർപ്പൻ ജയം. ഫിന്നലന് സെഞ്ചുറി. ഇന്ന് രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. രാവിലെ ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നതിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള സംസ്ഥാന നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ഡൽഹിയിൽ നടക്കും. ഒരേ വിമാനത്തിലാണ് ഇന്നലെ VD സതീഷിനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഡൽഹിയിലെത്തിയത്. പ്രശ്നപരിഹാരത്തിനായി എന്ത് ഫോർമുല കണ്ടെത്തും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. കിരൺ ബാബു, ഡാൻ കുര്യൻ രണ്ടുപേരും ചേരും. കിരൺ ബാബു ഡൽഹിയിൽ നിന്നും, ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകും. ആദ്യം ഞാൻ ഡാനിലേക്ക് പോകുന്നു. ഡാൻ, ഈ സംസ്ഥാന നേതാക്കൾ അവിടെ ഡൽഹിയിലെത്തി. ഇനി എന്ത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണ്. ഡൽഹിയിലെ ചർച്ചകൾ അവിടെ നിൽക്കട്ടെ. എന്താണ് മറ്റ് രാഷ്ട്രീയ അതായത് കോൺഗ്രസിലെ നേതൃത്വങ്ങൾ, മറ്റ് നേതാക്കളൊക്കെ നൽകുന്ന സൂചനകൾ എന്താണ്? ഒരു പൊതുവികാരം. ഇന്നലെ ഉണ്ടായ പ്രതിഷേധം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടായ പ്രതിഷേധം പരിധി വിട്ടു എന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. കാരണം ഇങ്ങനെയൊരു നിർണായകമായ ചർച്ച നടക്കാനിരിക്കെ വൈകാരികമായ തരത്തിലേക്ക് പ്രതിഷേധം പോകാൻ പാടില്ലായിരുന്നു. അവിടെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറുകയും കരിയോയിലൊഴിക്കുകയും ചെയ്ത സംഭവമൊന്നും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് മറ്റ് നേതാക്കൾ. അതുകൊണ്ട് തന്നെ പരസ്യമായി തന്നെ ആ നടപടികളിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കോൺഗ്രസിലെ യുവ നേതാക്കളടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ്. സമൂഹമാധ്യമങ്ങളിലൂടെ അടക്കം അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനെ അതായത് MLA മാരുടെ പിന്തുണ ഒരു വ്യക്തിക്കാണെന്നിരിക്കെ മറുവശത്ത് ഒരു വലിയ തരത്തിൽ പ്രതിഷേധം ഇരമ്പുന്നതിന്റെ കാര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായാൽ നാളെ പാർട്ടിയുടെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായാലും അവിടെയെല്ലാം ഇതേ ഫോർമുല ഒരു പ്രശ്നപരിഹാരത്തിനായി ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. പാർട്ടി എല്ലാ കാലത്തും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരേ ശൈലിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ഒരേ തരത്തിലുള്ള ഇടപെടലാണ്
പരിശോധനയാണ് നടത്തുന്നത്. ഒരേ തരത്തിലുള്ള ചർച്ചകളും ഹിതപരിശോധനയുമാണ് നടത്തുന്നത്. ആ ഹിതപരിശോധനയുടെ അടിസ്ഥാനമാകും ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് എന്ന് തന്നെയാണ് നേതാക്കൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ ഇനി സ്വയം പിൻവാങ്ങുകയല്ലാതെ അദ്ദേഹത്തിന്റെ കേരളത്തിലേക്ക് വരുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം അത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നലെ ഉണ്ടായ പശ്ചാത്തലത്തിൽ കെ.സി. വേണുഗോപാൽ വ്യക്തിപരമായി എടുക്കുന്ന നിലപാട് നിർണായകമാകും. രാഹുൽ ഗാന്ധിയുമായും അദ്ദേഹം കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇന്ന് 3 നേതാക്കളുമായും തനിച്ചും അതോടൊപ്പം ഒരുമിച്ചിരുന്നുമുള്ള ചർച്ചകൾ AICC ആസ്ഥാനത്ത് നടക്കും. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ 3 പേരുമായും ചർച്ച ചെയ്യും. അതിനുശേഷം ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് എത്താനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ ധാരണയാകും. അതല്ല എങ്കിൽ തർക്കത്തിലേക്ക് നീണ്ടാൽ സോണിയാഗാന്ധിയായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ നിലപാടെടുക്കുക. അങ്ങനെയെങ്കിൽ നാളെ വൈകുന്നേരത്തോടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഡാനി, ഇത്തരം ചർച്ചകൾ അവിടെ ഡൽഹിയിൽ നടക്കാൻ പോകുമ്പോഴും ഈ പ്രവർത്തകരുടെ ഒരു പൊതുവികാരം ഇപ്പോഴും ഈ വി.ഡി. സതീശന് അനുകൂലമാണ് എന്ന് കരുതണോ? കാരണം ഒരുപാട് പ്രതിഷേധങ്ങൾ, ഒരുപാട് പേർ തെരുവിലേക്ക്, അത് പരസ്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്, ഇത്തരത്തിൽ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നത് പാടില്ല എന്നൊക്കെ. എങ്കിൽ പോലും ഈ വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളുമായി തെരുവിലേക്ക് അവർ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിൽ വളരെ അപൂർവമായി വി.ഡി. സതീശനെതിരെയും പോസ്റ്ററുകൾ പട നയിച്ചവൻ നയിക്കട്ടെ എന്നുള്ളതാണല്ലോ മുദ്രാവാക്യം. എന്താണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം? അവിടെയാണ് ഈ പാർട്ടി പ്രവർത്തകരുടെ വികാരം എന്നതിനപ്പുറത്തേക്ക് അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് MLA-മാർ. ആ MLA-മാർ ആണ് ഹിതപരിശോധനയിലൂടെ ആരാകണം തങ്ങളുടെ നിയമസഭാ കക്ഷി നേതാവ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. ആ ഒരു പ്രോസസ്സ് നടന്നതിന് തൊട്ട് പിന്നാലെ ഇങ്ങനെയൊരു പ്രതിഷേധം ഉണ്ടായതിന് പിന്നിൽ ബോധപൂർവമായ നീക്കങ്ങൾ ഉണ്ട് എന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡ് നേതൃത്വം. കടുത്ത അതൃപ്തിയിലുമാണ്. കാരണം ഈ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഒരേ സമയം ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടായതെങ്ങനെ, അതിൽ ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തിയിട്ടുണ്ട്. അവർ കേരളത്തിൽ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വിവിധ DCC നേതൃത്വങ്ങളോടും KPCC നേതൃത്വത്തോടുമൊക്കെ വിശദീകരണം തേടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ചില നടപടികൾ തിരുവനന്തപുരത്തടക്കം ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയ DCC ഭാരവാഹികൾക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അവർ കടുത്ത വിയോജിപ്പിൽ തന്നെയാണ്. കാരണം ഈ ഒരു നടപടി എങ്ങനെയായിരിക്കുമെന്ന കാര്യം നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. അത് പ്രമേയം പാസാക്കിയതാണ്. ആ പ്രമേയത്തിൽ പ്രതിപക്ഷ നേതാവ് ഒപ്പിട്ടതാണ്. പിന്തുണച്ചത് പ്രതിപക്ഷ നേതാവാണ്. KPCC അധ്യക്ഷൻ പ്രമേയം അവതരിപ്പിച്ചതാണ്. അങ്ങനെയിരിക്കെ ആ നടപടിക്രമങ്ങൾ അതിന്റെ ആദ്യഘട്ടം മാത്രം അവസാനിക്കുകയും ബാക്കിയുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടക്കാനിരിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ മാറുന്നു എന്നതാണ് നിലവിൽ ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. അതിനു മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന നിലപാടിൽ ഹൈക്കമാൻഡും നിലയുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിൽ പ്രശ്നപരിഹാരത്തിന് വഴി തെളിയുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയാണ് ഒരു സെറ്റിൽമെന്റിന് കെ.സി. വേണുഗോപാൽ തയ്യാറാകുമോ, അദ്ദേഹം സ്വയം പിൻവാങ്ങിക്കൊണ്ട് ഡൽഹിയിൽ തന്നെ തുടരാനുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയേറുന്നത്. അതായത് ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കൂടി കണക്കിലെടുത്തൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമെന്ന് കരുതേണ്ടതുണ്ടോ? അതോ ഹൈക്കമാൻഡിന്റെ തീരുമാനം അത് ഈ വളരെ ഫിക്സ്ഡ് ആയിരിക്കുമോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കുമോ എന്നുള്ളതാണ്? ഇനി അതിലൊരു മാറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് വളരെ ശ്രമകരമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പുകൾ ഇന്നുകൊണ്ട് അവസാനിക്കുകയില്ല. ഇനിയും മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെയും ഇതേ സമ്മർദ്ദ നീക്കം തന്നെ മുഖ്യമന്ത്രി പദത്തിനായി ഈ തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചാൽ ഹൈക്കമാൻഡ് അനുകൂല തീരുമാനമെടുക്കും എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. അതുകൊണ്ട് ഹൈക്കമാൻഡാണ് ഇതിൽ അന്തിമ തീരുമാനം. അത് എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരും അംഗീകരിച്ച് മതിയാകൂ. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തോട് ഒപ്പം നിൽക്കാൻ മറ്റ് നേതാക്കന്മാരും നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ടാകും. ആ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു നീക്കം
പ്രതിഷേധം ഹൈക്കമാൻഡ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ തെരുവിൽ പടരാൻ പാടില്ല, സൈബർ ഇടങ്ങളിൽ വാക്പോര് നടത്തരുത്, അതിന് പാർട്ടിയുടേതായ നിയതമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിലൂടെയാകും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്ന കാര്യം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയിലാണ് അസാധാരണമായ സംഭവങ്ങൾ ഇന്നലെ സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും ഉണ്ടായത്. അതിൽ പാർട്ടിയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അതിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും ഈ MLA-മാരുടെ നമ്പർ അത് മുഖ്യമാണെന്ന് ഇന്നലെ സണ്ണി ജോസഫ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ MLA-മാരുടെ നമ്പർ എന്നുള്ളത് മാത്രം കണക്കിലെടുത്താൽ ഈ പാർട്ടിയിലെ ഒരു കെട്ടുറപ്പിന്റെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടി വരില്ലേ ഹൈക്കമാൻഡ്? അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് കോൺഗ്രസ് എല്ലാ കാലത്തും മുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുള്ളത് നിയമസഭാ കക്ഷി യോഗത്തിൽ MLA-മാരുടെ പിന്തുണ തേടുമ്പോൾ ആരെയാണ് ഏറ്റവും അധികം MLA-മാർ പിന്തുണയ്ക്കുന്നത് അവർ മുഖ്യമന്ത്രിയായി വരിക, അല്ലെങ്കിൽ അവർ പാർലമെന്ററി പാർട്ടി ലീഡറായി വരിക എന്നതാണ് നേരത്തെയും കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം. അങ്ങനെ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒരു ചരിത്രം അതിനില്ല. അതുകൊണ്ട് ഇവിടെയും അതിനപ്പുറത്തേക്ക് ഒരു അത്ഭുതം സംഭവിക്കാനുള്ള സാധ്യതകളിൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായത് വി ഡി സതീശൻ പക്ഷവും ചെന്നിത്തല പക്ഷവും വിചാരിച്ചത് ഇതിൽ, അതായത് ഈ ബഹുഭൂരിപക്ഷം MLA-മാരിൽ ഒരു പകുതിയിലധികം ആളുകളുടെ പിന്തുണ ഏത് വിധേനയും ഉറപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ നീക്കങ്ങൾ നടന്നില്ല, അത് എവിടെയോ പാളി. അതാണ് ഈ പ്രതിഷേധം ഇങ്ങനെ തെരുവിലേക്ക് പടരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതാണ്, അതായത് ഈ ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് നേതൃത്വം നിഷേധിക്കുന്നുണ്ടെങ്കിലും ആ ദൃശ്യങ്ങൾ കൃത്യമായി ആധികാരികത ഉറപ്പാക്കിയതാണ്. ആ ചിത്രത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, അത് കൃത്യമായി മുകുൾ വാസ്നിക്ക് അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷം കൈവശം കരുതിയ രേഖകൾ തന്നെയാണ്, ഡോക്യുമെന്റ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അതെങ്ങനെ ചോർന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേപ്പർ അത് പുറത്തേക്ക് ഇത്രയും രഹസ്യാത്മകമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നത് എന്തിന് എന്നൊരു വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുമുണ്ട്. എന്തായാലും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വി ഡി സതീശൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമൊക്കെ ദേശീയ നേതൃത്വത്തെ പരാതിയായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഇന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും വി ഡി സതീശൻ ആ കാര്യം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം മല്ലികാർജ്ജുന ഖാർഗെയോടും മുകുൾ വാസ്നിക്കിനോടും അജയ് മക്കനോടുമൊക്കെ ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കും. അതിൽ അവർ നൽകുന്ന പ്രതികരണമായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായി മാറി. ഇന്നലെ അജയ് മക്കൻ പറഞ്ഞത് അത് ഈ പുറത്തു വന്നിരിക്കുന്നത് യഥാർത്ഥ ഹിതപരിശോധനയുടെ വിവരങ്ങളോ രേഖകളോ അല്ല, അത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നാണ്. പക്ഷെ അത് എത്ര കണ്ട് വിലപ്പോവും വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പരാതി അവരോട് ഉന്നയിക്കുമ്പോൾ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ച രാവിലെ നടന്നേക്കാം. അതിനുശേഷം വൈകുന്നേരത്തോടെ തർക്കം പരിഹരിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നിലവിൽ. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഞാൻ കൊച്ചിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. മറ്റൊന്നുമല്ല, നേതൃത്വത്തിന് വിലക്ക് ലംഘിച്ച് സംസ്ഥാനത്ത് വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വി ഡി സതീശനെ അനുകൂലിച്ച് വിവിധ ജില്ലകളിൽ പ്രകടനം നടന്നു. ഫ്ലെക്സും കട്ടൗട്ടും ഒക്കെ ആയിട്ടാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോര് കോൺഗ്രസിൽ കടുക്കുന്നത്. വി ഡി സതീശനെ അനുകൂലിച്ച് എറണാകുളത്ത് കൂറ്റൻ ഹോർഡിംഗ് പ്രത്യക്ഷപ്പെട്ടു. നയിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാം, വി ഡി അല്ലാതെ മറ്റാര് എന്നൊക്കെയാണ് അതിലെ വാചകങ്ങൾ. ദേശീയപാതയിൽ കളമശ്ശേരി TVS കവലയിലായിരുന്നു ആ ഹോർഡിംഗ്. തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ഒക്കെ ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ സതീശൻ അനുകൂല പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ, മുദ്രാവാക്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഡാനി ഇപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നൽകും. ഡാനി, പാടില്ല എന്ന് 100 വട്ടം പറയുന്നുണ്ട് നേതൃത്വം. പക്ഷേ പ്രവർത്തകർ പട നയിച്ചവർ നാട് നയിക്കട്ടെ എന്നുള്ള മട്ടിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു, രംഗത്തേക്ക് ഇറങ്ങുന്നു. ഇനി ഇതിനിടെ വി ഡി സതീശിനെതിരെയും പോസ്റ്ററുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലവിധമായിട്ടുള്ള പോസ്റ്റർ യുദ്ധം അല്ലെങ്കിൽ ഫ്ലെക്സ് യുദ്ധം എന്നൊക്കെ പറയാം. മുഖ്യമന്ത്രിയെ ആരാണെന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിൽ പ്രവർത്തകർക്കിടയിൽ എന്താണ് ഡാനി, ഇന്നും ഉണ്ടാകുമോ ഈ വിലക്ക് ലംഘിച്ചുള്ള പ്രകടനങ്ങളും ഇത്തരം പേരിനുള്ള യുദ്ധങ്ങളും? ഇന്നും അതിനുള്ള ഒരു സാധ്യത തന്നെയാണ് എൽദോ കാണുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഇത് ഈ വലിയ വിജയത്തിന്റെ മഹിമ കെടുത്തരുത്, ആ രീതിയിലേക്ക് പ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും മാറരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും പലയിടങ്ങളിലും ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ. അതോടൊപ്പം തന്നെ വി ഡി സതീശന് വേണ്ടി പലയിടങ്ങളിലും വലിയ ഫ്ലെക്സുകളെല്ലാം തന്നെ ഉയരുന്നു, കൂറ്റൻ ഫ്ലെക്സുകൾ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ
മേഖല എന്നെല്ലാം തന്നെ പറയുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ കൂടി എറണാകുളം ആ ജില്ലയിലെല്ലാം തന്നെ വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നു. വലിയ രീതിയിലുള്ള അണികളും പ്രവർത്തകരും എല്ലാം തന്നെ അദ്ദേഹത്തിന് ഈ മേഖലയിലെല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഫ്ലക്സുകളും ബോർഡുകൾ അതോടൊപ്പം തന്നെ പ്രകടനങ്ങളെല്ലാം തന്നെ വരുന്നു. സമീപ ജില്ലകളിലും എല്ലാം തന്നെ വരുന്നു. അതിൽ കൂടുതലും വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെ പോകുന്നു. പക്ഷേ അത് മാത്രവുമല്ല കണക്കിലെടുക്കേണ്ടത് ഇപ്പോൾ മറ്റ് ഇതര ആളുകൾ, അതായത് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർക്ക് വേണ്ടിയും അനുകൂലമായും എല്ലാം തന്നെ പലയിടങ്ങളിലും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് ഒരാളുടെ ഒറ്റയാൻ വിജയമല്ല ഇതെന്ന് സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും ഇത് വളരെ ക്രിയാത്മകമായ ഒരു പങ്കുണ്ട്. അതിൽ കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇതിലൊരു ആസൂത്രണത്തിന്റെ മികവ് എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിനൊപ്പം തന്നെ സംസ്ഥാനത്ത് വളരെ സജീവമാവുകയും ചെയ്യുന്ന കെ.സിക്കും ഇതിനെല്ലാം തന്നെ അർഹതയുണ്ട് എന്ന് കെ.സി. അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. ഫ്ലക്സുകളിലൂടെയും പലയിടങ്ങളിൽ ഒരുപക്ഷെ ഒരു പ്രകടനം എന്ന രീതിയിലേക്ക് തെരുവിലേക്ക് ആ രീതിയിലേക്ക് വന്നിട്ടില്ല. വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവരാണ് കൂടുതലും തെരുവുകളിലേക്ക്. പക്ഷെ കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അനുകൂലിക്കുന്നവർ കൂടുതലും ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ യുദ്ധങ്ങളും അതോടൊപ്പം തന്നെ ഈ ബാനറും ഫ്ലക്സുകളും എല്ലാമായാണ് പലയിടങ്ങളിലും തന്നെ നിറയുന്നത്. രമേശ് ചെന്നിത്തലയും അനുകൂലിക്കുന്നവർ ഇതുപോലെ തന്നെ വളരെ സജീവമാകുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ നാളുകളായിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 3 പേർക്ക് വേണ്ടിയും ഈ രീതിയിലുള്ള പ്രസ്താവനയും സോഷ്യൽ മീഡിയയിലുള്ളതായിട്ടുള്ള പ്രചരണവും എല്ലാം തന്നെ തുടരുന്നത്. ഇതെല്ലാം ഇപ്പോഴും സജീവമാകുന്നു. ഇത് നിർത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ട് കൂടിയും ആ രീതിയിലേക്ക് കൊണ്ടിട്ടില്ല. ഏതായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കം തെരുവുകളിലും സമൂഹ മാധ്യമങ്ങളിലും സജീവ ചർച്ചയായി ഇന്നും തുടരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എൽദോ റൈറ്റ്. എന്താണെങ്കിലും ആ യുദ്ധം തെരുവിൽ തുടരുകയാണ് എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിന് തലവേദനയാണ്. എന്താണെങ്കിലും നേതാക്കൾക്കിടയിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണെന്നുള്ള തീരുമാനത്തിലേക്ക് സമാജത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിൻ്റെ അലയൊലികൾ ഇങ്ങനെ താഴേക്കും പ്രവർത്തകരുടെ ഇടയിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി നമ്മൾ ഡൽഹിയിൽ നിന്ന് കിരൺ ബാബു ചേരും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ തമിഴ്നാട്ടിലേക്കൊന്ന് പോയി വരാം. തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. VCKയും അതിൽ നിലപാടറിയിക്കും. AMMKയുടെ പിന്തുണയിലും വിവാദം പുകയുകയാണ്. AMMK വിജയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി TTV ദിനകരൻ വ്യക്തമാക്കി. അതേസമയം AMMK MLA കാമരാജ് വിജയെ പിന്തുണയ്ക്കുന്ന കത്തിൽ ഒപ്പിടുന്ന ദൃശ്യങ്ങൾ TVK പുറത്തുവിട്ടു. കോൺഗ്രസ് ആകട്ടെ MLA മാരെ ഹൈദരാബാദിലേക്ക് മാറ്റുകയും ചെയ്തു. CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, കേരളത്തിലെ മുഖ്യമന്ത്രിയെ തേടിയുള്ള ഓട്ടത്തിലാണ് കോൺഗ്രസ്. അവിടെ 118 എന്നുള്ള ആ സംഖ്യയിലേക്ക് എത്താനുള്ള പിഴാപ്പാടിലാണ് വിജയ്. എന്താ ഈ തമിഴ്നാട്ടിൽ ഈ VCKയുടെ നിലപാട് എന്താകാനാണ് സാധ്യത? ആ സംഖ്യയിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ടോ, വഴങ്ങുന്നുണ്ടോ വിജയ്ക്ക് മുന്നിൽ മറ്റുള്ളോ? എൽദോ, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അനിശ്ചിതത്വവും നാടകീയതയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇന്ന് വിജയുടെ സത്യപ്രതിജ്ഞ എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയെന്ന് കരുതിയതോടെ രാത്രി സാഹചര്യം മാറുകയായിരുന്നു. 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ വിജയ്ക്ക് കഴിയാത്തതിനാൽ ഗവർണർ ഇന്നലെ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല സത്യപ്രതിജ്ഞയ്ക്കായിട്ട്. സ്വാഭാവികമായിട്ടും അവിടെ 2 അംഗങ്ങളുടെ കുറവ് വന്നിട്ടുണ്ട്. നിലവിൽ CPM-ന്റെയും CPI-യുടെയും പിന്തുണ അടക്കം 116 പേരുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് ഗവർണർക്ക് അദ്ദേഹം നൽകിയ കത്തിലും അത്രയും പേരുടെ പേരും ഒപ്പും മാത്രമാണുള്ളത്. മറിച്ച് 2 പേർ VCKയുടെ പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും VCK അദ്ദേഹത്തിന്റെ അവർക്ക് പിന്തുണയുള്ളത് കത്തായിട്ട് നൽകിയിട്ടില്ല. അവർ ഇന്നലെ രാത്രി ഏറ്റവും അവസാനമായി ഇക്കാര്യം ഗവർണറെ മെയിൽ ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് VCKയുടെ പിന്തുണ സംബന്ധിച്ചുള്ള അന്തിമമായ പ്രഖ്യാപനം ഇന്നാണ് ഉണ്ടാവുക. VCKയ്ക്ക് 2 MLA-മാരാണുള്ളത്. അങ്ങനെ VCKയുടെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ വിജയ്ക്ക് ഭരണത്തിലേറാൻ സാധിക്കും. VCK ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലെയുള്ള വലിയ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു തർക്കം തുടരുന്നതിന്റെ കാരണമായിട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ AMMK ഒരു MLA ആണുള്ളത്. AMMKയുടെ MLA-യുടെ പേരും വിജയ് ഇന്നലെ ഗവർണർക്ക് നൽകിയ കത്തിൽ പരാമർശിച്ചിരുന്നു. പക്ഷേ അതിന് പിന്നാലെ തന്നെ AMMKയുടെ ജനറൽ സെക്രട്ടറി TTV ദിനകരൻ ഗവർണറെ നേരിൽ കണ്ട് അത്തരത്തിൽ ഒരു നീക്കമില്ല, കത്ത് വ്യാജമായി നിർമ്മിച്ചതാണ്, AMMKയുടെ പിന്തുണ ADMK-ക്കാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ AMMKയുടെ MLA കാമരാജ് കത്തിൽ ഒപ്പിടുന്നതിന്റെ ദൃശ്യങ്ങൾ TVക്ക് പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ ആകെ അനിശ്ചിതത്വമാണ്. ഇതിൽ ആര് പറയുന്നതാണ് വ്യാജമെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന അവസ്ഥയിലാണ് തമിഴ്നാട്
തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുള്ളത്. അതേസമയം കോൺഗ്രസിന്റെ 5 MLA-മാർ അവരെ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. അവരെ ഇതിനോടകം ഹൈദരാബാദിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം VCKയുടെ പിന്തുണയാണ്. VCK അവരുടെ പിന്തുണ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് മുമ്പായി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിജയ് ഗവർണറെ കാണും. ഒരുപക്ഷെ നാളെ ആയിരിക്കും ആ തരത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ, അതല്ലെങ്കിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇവിടെ തുടരുക തന്നെ ചെയ്യും. അനുമോദ, ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു സാഹചര്യം എന്താണ്? അവർ പ്രത്യക്ഷത്തിലേക്ക് ഒരു പിന്തുണയിലേക്ക് പോകാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ കത്ത് നൽകാനുള്ള സാഹചര്യമുണ്ടോ? അത്തരത്തിൽ പ്രത്യേകിച്ചും BJP വരുന്നതിനോടുള്ള വിയോജിപ്പിൽ കത്ത് നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് ഒടുവിലെത്താനുള്ള സാഹചര്യമുണ്ടോ അവിടെ? അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാക്കൾ ഇന്നലെ വിജയ് കണ്ടപ്പോൾ അവർ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പിന്തുണ നൽകും, പക്ഷേ കത്ത് നൽകില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവർ സഭയിൽ പിന്തുണയ്ക്കുമെന്ന്, അതായത് ഒരു അവിശ്വാസ പ്രമേയമോ മറ്റോ വരികയാണെങ്കിൽ അതിൽ വിജയെ പിന്തുണയ്ക്കുന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക. പക്ഷേ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനാവശ്യമായ കത്ത് നൽകാൻ, വിജയുടെ പാർട്ടിക്ക് കത്ത് നൽകാൻ തയ്യാറല്ല എന്നാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ഒരു പ്രതിസന്ധി കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം. അതായത് ആ 2 പേരുടെ പേരുകൂടി ഉൾപ്പെട്ട കത്ത് വിജയുടെ പേരിൽ ലഭിക്കുകയായിരുന്നെങ്കിൽ വിജയ്ക്ക് അനായാസം ഭരണത്തിലേറാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിൽ നേരിട്ട് പിന്തുണയ്ക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. മറിച്ച് സഭയിൽ വിജയ്ക്കൊപ്പം നിൽക്കാം, പക്ഷേ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് കത്ത് നൽകാൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് IUML സ്വീകരിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും വിജയ്ക്ക് മാന്ത്രിക സംഖ്യ 118 എത്താൻ ഇനിയും 2 പേരുടെ കുറവുണ്ട്. അതിൽ AMKയുടെ ഒരു MLA-യുടെ പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോഴും TTV ദിനകരൻ അതിനെതിരെ നൽകിയ കത്ത് നിലനിൽക്കുന്നതിനാൽ അതിലും നിയമക്കുരുക്കിന് സാധ്യതയുണ്ട്. അപ്പോൾ VCKയുടെ നിലപാട് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. VCK എന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് ഡിമാൻഡുകൾ വിജയ്ക്ക് മുമ്പിലേക്കും വിജയെ സ്വീകരിക്കുമെന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് കൈവരാൻ സാധ്യതയുണ്ട്. ഉച്ചയോടെ അതിൽ തീരുമാനമാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. അങ്ങനെ ഒരു ധാരണയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിജയ്ക്ക് ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വേണം കരുതുവാൻ. എന്നാണെങ്കിലും VCKയുടെ നിലപാട് അറിയാനുള്ളൊരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയ ലോകം. റൈറ്റ്, ചെന്നൈയിൽ നിന്നാണ് CV അനുമോദകൾ നൽകിയത്. എന്താണെങ്കിലും കാത്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ വിജയ് ദളപതി ഇന്ന് ജനനായകനായി എത്തുമോ എന്നുള്ള കാര്യത്തിൽ. ഞാൻ വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ അവിടെ ഹൈക്കമാൻഡിൽ ഇന്നുണ്ടാകുന്ന നിർണായക നീക്കങ്ങൾ അതെന്താകുമെന്നറിയാൻ കിരൺ ബാബു ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. കിരൺ, ഈ ദൃശ്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫ്ലൈറ്റിനുള്ളിലെയും എയർപോർട്ടിൽ പുറത്തിറങ്ങുന്ന രമേശ് ചെന്നിത്തല, VD സതീശൻ, 2 പേരുടെയും ബോഡി ലാംഗ്വേജിൽ വ്യക്തമാണ് എല്ലാം. അത് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല, കാണുന്ന പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടും എങ്ങനെയാണ് ആ ബസ്സിലെ യാത്രയൊക്കെ. എന്താണ് കിരൺ പ്രതീക്ഷിക്കുന്നത് ഇന്ന്? എന്താണ് VD സതീശൻ പ്രതീക്ഷിക്കുന്നത്? എന്താണ് രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ? ഹൈക്കമാൻഡ് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? എൽദോ, 2 പേരുടെയും പ്രതീക്ഷ ഇന്ന് വൈകുന്നേരമോ നാളെയോ തന്നെ മടങ്ങിപ്പോകാം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ 2 പേർക്കും കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കാലത്തെ ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഈ 2 നേതാക്കൾക്കുമില്ല. കാരണം അത് തന്നെയാണ് ചരിത്രം. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെയും പെട്ടെന്ന് തീരുമാനമെടുക്കാതെ പല റൗണ്ട് ചർച്ച നടത്തുക, വീണ്ടും ചർച്ചകൾ അവസാനിപ്പിക്കുക, ഈ ഒരു മട്ടിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് ഇതുവരെയും ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ അടക്കമുള്ളവർ ഏത് സമയത്താണ് നേതാക്കളുമായി കൂടിക്കാഴ്ച എന്നത് സംബന്ധിച്ച് ഇതുവരെയും അവർക്ക് സമയം അനുവദിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഏത് സമയം എന്ന് അറിയിക്കാം എന്ന് മാത്രമാണ്. നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം ഡൽഹിയിൽ നാളെ രാവിലെ മുതൽ ചർച്ചയ്ക്ക് എന്നുള്ള അറിയിപ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. 2 പേരും എന്തായാലും ഇന്നലെ ഒരേ വിമാനത്തിലാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും എല്ലാം ഡൽഹിക്ക് എത്തിയത്. ആ ഡൽഹി വിമാനം ഏകദേശം 12-12:45 കൂടിയാണ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത്. ഇവർ 2 പേർ മുഖ്യമന്ത്രി സ്ഥാനം ഉറച്ചും പ്രതീക്ഷിക്കുന്ന, തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ അത് VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. ഇവർ 2 പേരും ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. ഹൈക്കമാൻഡ് തങ്ങളെ കൈവിടില്ല, ഹൈക്കമാൻഡിൽ തങ്ങൾക്കുള്ള ബന്ധവും ഈ MLA-മാരുടെ പിന്തുണയും ഇതെല്ലാം ചേരുമ്പോൾ തങ്ങൾക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ കടുത്ത നിലപാടുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. അവർ അത്തരം കാര്യങ്ങൾ പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അത്തരം നിലപാട് തന്നെയാണ് ഇവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ ബോധ്യമാവുന്നത്. മുഖ്യമന്ത്രി
നേതൃസ്ഥാനമില്ല എന്നുണ്ടെങ്കിൽ അത്തരം നിലപാടുകളിലേക്ക് രണ്ടുപേരും തുടക്കത്തിൽ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകളിലേക്കൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇന്ന് ചർച്ച നടക്കുമെന്നാണ്. ഇന്ന് തമിഴ്നാടിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടായാൽ ചിലപ്പോൾ ചർച്ച വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇന്ന് എന്തായാലും ഒരു റൗണ്ട് ചർച്ചയെങ്കിലും നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തിൽ നടന്ന പ്രകടനങ്ങൾ അടക്കമുള്ള കേരളത്തിൽ നടന്ന നീക്കങ്ങൾ ഇതെല്ലാം വളരെ സൂക്ഷ്മമായി തന്നെ എന്തായാലും ഹൈക്കമാൻഡ് വീക്ഷിക്കുന്നുണ്ട്. കേരള ഹൗസിൽ ആണ് വി.ഡി. സതീശനുള്ളത്, പ്രതിപക്ഷ നേതാവ് ഉള്ളത്. കേരള ഹൗസിലല്ല താമസിക്കുന്നത് രമേശ് ചെന്നിത്തല പുറത്ത് ഹാബിറ്റേറ്റ് സെന്ററിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്തായാലും ഇവിടെ രാവിലെ അങ്ങനെ മുൻകാലങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ കേരള ഹൗസിൽ ഇങ്ങനെ നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞാൽ 100 കണക്കിന് പ്രവർത്തകരൊക്കെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത്യപൂർവമായ പ്രവർത്തകർ മാത്രമാണ് ഇപ്പോഴും ഈ കേരള ഹൗസിൽ ഈ രാവിലെയൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നേതാക്കൾ വന്നാൽ നിറയെ പ്രവർത്തകർ, ദില്ലിയിലുള്ള മലയാളികളായ കോൺഗ്രസ് പ്രവർത്തകരൊക്കെയും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഇവരുടെയൊക്കെ പഴയ അടുപ്പക്കാരായ നേതാക്കളൊക്കെയും എത്തിച്ചേരുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല. എല്ലാവരും ഇന്ന് തന്നെ രാവിലെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നു. കോൺഗ്രസിന്റെ രീതികളൊക്കെ അറിയാവുന്നത് കൊണ്ട് പലർക്കും അങ്ങനെ ഉണ്ടാവുന്നില്ല. പക്ഷെ അപ്പോഴും ഇന്ന് ചർച്ച നടക്കുമെന്നതും എത്ര മണിക്കാണ് ചർച്ച എന്നൊക്കെ ഇനി അല്പസമയത്തിന് ശേഷം അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. കിരൺ, ഇന്നലെ രാത്രിയും വി.ഡി. സതീശനെ കാത്ത് അവിടെ ഒരുപാട് പേർ നിന്നു എന്ന് തോന്നുന്നല്ലേ? മാത്രമല്ല ഈ നേതൃത്വം ഇന്നെങ്ങനെയാണ്, ഒരു കൂട്ടായിട്ടുള്ള ചർച്ചയാണോ അതോ ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലായിരിക്കുമോ? കൂട്ടായി കാണാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ അനൗപചാരികമായി ചിലപ്പോൾ കൂട്ടായി ഒരുമിച്ച് ആദ്യം കണ്ടേക്കാം. അതിനപ്പുറത്തേക്ക് ഓരോരുത്തരുമായി കാണുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് രീതി. ഹൈക്കമാൻഡ് പ്രതിനിധികൾ പ്രധാനമായും ഓരോരുത്തരെയായി കാണുക. കേരളത്തിൽ ഇത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തന്നെ ഈ വിഷയത്തിൽ ഒരു ഫ്രണ്ട് റണ്ണറാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ ചിലപ്പോൾ അദ്ദേഹം മാറി നിന്നുണ്ടാവും അത്തരമൊരു കൂടിക്കാഴ്ച. അല്ലെങ്കിൽ സംഘടനാകാര്യ സെക്രട്ടറി കൂടി ചേർന്നിട്ടാണ്. ഇപ്പോൾ നിരീക്ഷകർ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. സാധാരണഗതിയിൽ നിരീക്ഷകർക്ക് ഇനി കാര്യമായ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ ഉണ്ടാവാറില്ല. നിരീക്ഷകർ എത്ര പേരാണ് പിന്തുണച്ചത്, അതാരെല്ലാമാണ്, അവിടുത്തെ പൊതുസ്ഥിതി എന്താണ് എന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ ഇതിന് കോൺഗ്രസ് അധ്യക്ഷന്റെ കയ്യിലേക്കാണ് ഇത് വരുന്നത്. സ്വാഭാവികമായും ഖർഗെ ആയിരിക്കും ചിലപ്പോൾ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഇവരുമായി കൂടിക്കാഴ്ച നടത്തേണ്ടി വരും. ഒരു തീരുമാനം ഖർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൂടിക്കാഴ്ചയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് സോണിയാഗാന്ധിയെ ഇവർ കാണുന്നു. അത് സ്വാഭാവികമായ ഒരു കൂടിക്കാഴ്ച മാത്രമാണ്. ഇനി അതല്ല, ഈ ഇപ്പോഴത്തെ 3 പേരുടെ നിലപാടുകൾ കണ്ടിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനം ഉണ്ടാവുകയോ ആ തീരുമാനം ഇവർ അംഗീകരിക്കുകയും 3 പേരും മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ 2 പേർ, ഒരാൾ മുഖ്യമന്ത്രി മറ്റേയാൾ മന്ത്രിയുമായി മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന അവസ്ഥയോ, അത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു റൗണ്ട് ചർച്ചയിലോ 2 റൗണ്ട് ചർച്ചയിലോ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഓരോരുത്തർക്കും അവരുടേതായ അതിശക്തമായ ന്യായവാദങ്ങളുണ്ട്. അതിലൊക്കെയും ചില വസ്തുതകളും ഉണ്ട് താനും. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരിക്കൽ സ്വാഭാവികമായും കിട്ടേണ്ട ഭരണം നഷ്ടപ്പെട്ടു പോയ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അന്നത്തെ യുവനിരയിൽ നിന്നും വി.ഡി. സതീശനെ ഏൽപ്പിക്കുന്നത്. അടുത്ത തവണ ഭരണം എത്തിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് സാധ്യമായിരിക്കുന്നു. അങ്ങനെ ഭരണം അതും വളരെ മികച്ച വിജയത്തോടുകൂടി അത് പ്രധാനപ്പെട്ട ഒരു ചാൻസായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നോക്കിയല്ല, ഹൈക്കമാൻഡ് താല്പര്യം നോക്കി മാറി നിൽക്കാൻ തയ്യാറായ ഒരാളാണ്. അപ്പോൾ ഇവിടെ മാത്രം എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ള ചോദ്യം. കഴിഞ്ഞ വർഷം ഭൂരിപക്ഷം നോക്കിയായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അദ്ദേഹം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. പലതവണയും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനത്തെയും പാർട്ടി തീരുമാനത്തെയും പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷവും ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവായാലും വി.ഡി. സതീശൻ രണ്ടുപേരും രമേശ് ചെന്നിത്തലയുടെ ഒരു കാലത്ത് രമേശ് ചെന്നിത്തല നേതാവായി അംഗീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനെന്നോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളോ എന്നൊക്കെ, അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് എന്നൊക്കെ പറയാം. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് ന്യായമായും കേരളത്തിലെ മറ്റ് ഗ്രൂപ്പുകളെയും സമുദായ സംഘങ്ങളെയും എല്ലാം സമവായത്തോട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അതിന്റെ ഒരു ക്ലെയിം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചാണെങ്കിൽ കെ.സി. വേണുഗോപാൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ തനിക്കാണ്. കേരളത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള തന്റെ പ്രവർത്തനം, തനിക്ക് കേരളത്തിലേക്ക് മടങ്ങണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഇതെല്ലാം അദ്ദേഹത്തിന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന അടുപ്പം, അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ചുമതലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ BJP ഇതര സർക്കാരുകളുടെ ഭരണം ഉറപ്പാക്കാൻ 2 സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ ഭരണം, ഇപ്പോൾ 3ാമത്തെ ഒരു സംസ്ഥാനത്ത് കൂടി കോൺഗ്രസ് നേതൃത്വത്തിലെ മുഖ്യമന്ത്രി വരാൻ പോകുന്നു. അവിടെ അദ്ദേഹത്തിന് വേണം എന്നുള്ളത്. സ്വാഭാവികമായും ഇവർക്കിടയിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇപ്പോൾ അലോസരപ്പെടുത്തുന്ന ഒരു ഘടകം കേരളത്തിൽ നടത്തുന്ന ഈ പരസ്യമായ പ്രതിഷേധങ്ങൾ, അത്തരമൊരു പ്രതിഷേധം
പ്രതിഷേധങ്ങളെ ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നത്. ഹൈക്കമാൻഡ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെയുള്ള ഒരു ശീലമേ അല്ല. സമ്മർദ്ദം ഉണ്ടായാൽ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സംബന്ധിച്ച് എല്ലാ കാലത്തും എടുക്കുന്ന ഒരു നിലപാട്. അത് ഇനി എങ്ങനെയാണ് കാണുന്നത്, പുതിയ കാലത്ത് ഇനി ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ പ്രധാനമാണ്. റൈറ്റ്. കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്, കേരള ഹൗസിൽ നിന്ന്. എന്താണെങ്കിലും ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയാണ്, അല്ലെങ്കിൽ നാളെയെങ്കിലും ഉണ്ടാകണം. കാരണം അത്രമാത്രം ആകാംക്ഷ ഉറ്റുനോക്കുന്നുണ്ട് കേരളം ഡൽഹിയിലെ ചർച്ചകളിലേക്ക്. തീരുമാനങ്ങൾ എന്താണ് എന്ന് വ്യക്തമാവുന്നതിൽ നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ്. കിരൺ ബാബു അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും വരും ബുള്ളറ്റിനുകളിൽ ഹൈക്കമാൻഡ് ചർച്ചകളുടെ കാര്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. നമ്മൾ മറ്റ് ചില റിപ്പോർട്ടുകളിലേക്ക് കൂടെ പോവുകയാണ്. തിരുവനന്തപുരത്ത് VD സതീശന് അനുകൂലമായിട്ടുള്ള പ്രകടനത്തിന് നേതൃത്വം നൽകിയ DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത നടപടിക്ക് KPCCക്ക് നിർദ്ദേശം. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ചിത്രങ്ങളിൽ കരിയോയിൽ ഒഴിച്ച് വലിച്ചു കീറിയ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഹൈക്കമാൻഡ്. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പാർട്ടി ഭാരവാഹികൾക്കെതിരെ നടപടിക്കുള്ള നിർദ്ദേശം. KPCC ഓഫീസിന്റെ ചുമതലയുള്ള സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയോട് പ്രതിഷേധങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് തേടി എന്നാണ് വിവരം. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇത്തവണ ഒരു മന്ത്രി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് AK അഷ്റഫ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് AKMന്റെ പേരടക്കം പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഈ പ്രതികരണം. UDF മന്ത്രിസഭയിൽ ഏറ്റവും ഒടുവിലായി 2001 കാസർഗോഡ് ജില്ലയിൽ അവസാനമായി ഒരു മന്ത്രി എത്തിയത്. UDF അധികാരത്തിലെത്തി 2001 ഏറ്റവും അവസാനമായി കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മന്ത്രി ലഭിക്കുന്നത്. അതിനുശേഷം 2.5 പതിറ്റാണ്ടിലധികം കാസർഗോഡ് ജില്ലയ്ക്ക് സ്വന്തമായൊരു മന്ത്രി ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. കാരണം സർക്കാർ ആരോഗ്യ മേഖലയിലും ടൂറിസം മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടെ വലിയ അവഗണന നേരിടുന്ന ജില്ലയാണ്. സ്വന്തമായ ഒരു മന്ത്രി വേണമെന്ന ആവശ്യം നിരന്തരം ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മന്ത്രി ഉണ്ടാകുമെന്ന ചോദ്യമാണിപ്പോൾ വലിയ തോതിൽ ഉയരുന്നത്. നമ്മോടൊപ്പം മഞ്ചേശ്വരം MLA, അതായത് BJPയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് തന്നെ ചേരുന്നു. ഏറ്റവും ഉയർന്ന വലിയൊരു ചോദ്യമാണ്. കാരണം മെഡിക്കൽ കോളേജ് ഇതുവരെ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വപ്നമായിരുന്നു, ഇതുവരെ പൂർത്തിയായിട്ടില്ല. വിദ്യാഭ്യാസം നമ്മളിപ്പോഴും മംഗളൂരുവിനെ തന്നെ ആശ്രയിക്കുന്നത്. നമുക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രിസഭയിൽ പറയാൻ വേണ്ടി ഒരു മന്ത്രിയെ നമുക്ക് ഉണ്ടാകുമോ? കഴിഞ്ഞ 10 വർഷം മെഡിക്കൽ കോളേജ് ഇടഞ്ഞു നീങ്ങിയ കാലയളവ്, അതിർത്തി കോവിഡ് കാലത്ത് അടച്ചപ്പോൾ 22 പേര് മരിച്ചുപോയ ഓർമ്മകൾ, എൻഡോസൾഫാൻ്റെ ചർച്ച നമുക്ക് വേണ്ട, ഒരു സെല്ല് യോഗം പോലും വിളിക്കാൻ കഴിയാത്ത 3 വർഷത്തിൻ്റെ വേദനാജനകമായ കാലയളവൊക്കെ കടന്നുപോയ കാസർഗോഡിനോട് ഇത്രമാത്രം അന്യായം കാണിച്ചൊരു ഗവൺമെൻറ് കാലയളവാണ് കടന്നുപോയത്. ഇപ്രാവശ്യം മഞ്ചേശ്വരം കാസർഗോഡ് സീറ്റ് മാത്രമല്ല, ഉദുമയും ജയിച്ചു, തൃക്കരിപ്പൂരും ജയിച്ചു. ജില്ല പിറവിക്ക് ശേഷം 4 സീറ്റ് UDF ജയിച്ചൊരു കാലയളവ്. എന്തായാലും അതിൻ്റെ ഗുണം കാസർഗോഡ് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് എത്രയും വേഗതയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം. ഞങ്ങൾ MLA ഇരുന്ന് ഞങ്ങളുടെ ഗവൺമെൻറ് കാലയളവിൽ പ്രത്യേക ശ്രദ്ധ കാസർഗോഡ് നൽകിക്കൊണ്ട് കാസർഗോഡിനെ ഉയർത്തും, വികസന രംഗത്ത് ഏറ്റവും മികച്ച ജില്ലയായി പരിവർത്തിപ്പിക്കുന്ന ഒരു കാലയളവാണ് ഈ 5 വർഷം കൊണ്ട് വരാൻ പോകുന്നത്. ചോദിക്കാൻ കാരണം BJP ആണ് ഏറ്റവും വലിയ ഒരു ശത്രു UDFന്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും. വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ജയിക്കാനായി. കാരണം ഒരു ഘട്ടത്തിൽ BJP ജയിക്കുമെന്നൊക്കെ അവകാശപ്പെട്ട മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ AKM അഷ്റഫിന് ലഭിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഉചിതമായ തീരുമാനം പാണക്കാട് സി സാദിഖലി, ശാബ്ദങ്ങളും PK കുഞ്ഞാൽ സാഹിബും എടുക്കാറുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDF ഭരിക്കുന്ന കാലയളവിലാണ് സീറ്റ് അഹമ്മദ് സാഹിബ്, ചെറുക്കബ്ദുള്ള സാഹിബുമാരൊക്കെ മന്ത്രിമാരായിട്ടുള്ളത്. ഞങ്ങളുടെ ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇന്നോ നാളെയോ അത് നിശ്ചയിക്കും. തീർച്ചയായും കാസർഗോഡിന് ഈ ഗവൺമെൻറ് കാലയളവിൽ ഏറ്റവും മികച്ച പരിഗണന ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും AKM അഷ്റഫ് പറയുന്നത് അത് തന്നെയാണ്. കാസർഗോഡ് ജില്ലയ്ക്ക് അത്തരത്തിലുള്ള ഒരു പരിഗണന ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം വരേണ്ടതുണ്ട്. വലിയ തോതിലുള്ള ആവശ്യം ഇത്തരത്തിൽ ഉയരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ മന്ത്രിസഭയിൽ തന്നെ ഒരാൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഗുരുദേവ സന്നിധിയിൽ നന്ദിയർപ്പിക്കാൻ ചാണ്ടി ഉമ്മൻ MLA ശിവഗിരിയിലെത്തി. കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നും കാൽനടയായാണ് ചാണ്ടി ഉമ്മൻ ശിവഗിരി മഹാസമാധിയിലെത്തിയത്. ഗുരുദേവ സമാധിയിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തിയ ശേഷമാണ് മടങ്ങിയത്.
പിതാവാണ് ശിവഗിരിയിലേക്ക് തന്നെ ആദ്യം കൊണ്ടുവരുന്നതെന്നും ശിവഗിരിയുടെ വിവിധ പരിപാടികളിൽ ഭാഗമാകാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് എന്നും അതിനുള്ള നന്ദി അറിയിക്കാൻ കൂടിയാണ് ഈ സന്ദർശനം എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ശിവഗിരി മഠം ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ ചാണ്ടി ഉമ്മനെ സ്വീകരിച്ചു. പുതിയ വിജയം കഴിഞ്ഞതിന് ശേഷമുള്ള ശിവഗിരിയിലേക്കുള്ള യാത്ര. ശിവഗിരിയിലോട്ട് എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായി ആദ്യം വന്ന സ്ഥലം ശിവഗിരിയാണ്. എന്നെയും കൂട്ടിയിരുന്നു. ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ MLA ആയതിനു ശേഷം എനിക്ക് ശിവഗിരി വരണമെന്നുണ്ടായിരുന്നു. നന്ദി പറയാനായിട്ട് ഗുരുദേവൻ്റെ അടുത്ത്. ഇലക്ഷൻ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗുരുദേവന് വേണ്ടി പോകാനും റഷ്യയുടെ പാർലമെൻറ്റ് ഉൾപ്പെടെ പ്രസംഗിക്കാനുള്ള അവസരം ലഭിച്ചു. ഇനി ബ്രിക്സിൻ്റെ ഒരു സമ്മേളനം കോട്ടയത്ത് വെച്ച് നടത്താൻ പോകുന്നു. ഇതിനൊക്കെ ഒരു നന്ദി പറയാൻ വേണ്ടി ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. അപ്പം പാരിപ്പള്ളി തൊട്ട് നടക്കണമെന്നൊരാഗ്രഹം. അങ്ങനെയാണ് നടന്നു തുടങ്ങിയത്. പക്ഷേ സമാധി അടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തു. സമാധി പോയി തിരിച്ചു വന്ന് ബാക്കിയുള്ള പോയിന്റ് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിന് മുന്നോട്ടുള്ള മാർഗം ഗുരുദേവൻ കാണിച്ചു തന്നെയാണ്. അത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, അത് ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും അറുതി അതായിരിക്കും. ഇനി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വമ്പൻ തോൽവിയുടെ കാരണം അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരുന്നുണ്ട്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച ഉണ്ടാകും. മുന്നണി മാറ്റം നീക്കം അത് തടഞ്ഞ റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചരിത്രത്തിലില്ലാത്ത വിധമുണ്ടായ പരാജയത്തിൽ നിന്ന് എങ്ങനെ തിരിച്ചു കയറാം എന്നതാണ് പ്രധാനമായും ആലോചിക്കുക. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ ഇടതുമുന്നണി ഇന്നലെ യോഗത്തിന് ശേഷം ജോസ് കെ മാണി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ എങ്ങോട്ടുമില്ല, ജോസഫ് വിഭാഗം ക്ഷണിച്ചത് ഞങ്ങൾ എന്തോ പ്രശ്നത്തിലാണെന്ന് കരുതിയിട്ടാകാം, അതുകൊണ്ടായിരിക്കാം അവർ വിളിച്ചത് എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ എന്ന് ഉറപ്പാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എൽദോ, ഇത് എല്ലാ പാർട്ടികളും ഇടതുപക്ഷത്തുള്ളത് കാര്യമായി തോറ്റു. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. അതിനു മുൻപ് തന്നെ ഒരു മുന്നണി മാറ്റ നീക്കം നടന്നിരുന്നു. ആ മുന്നണി മാറ്റ നീക്കം തടഞ്ഞത് പ്രമോദ് നാരായണനും ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനും ചേർന്നുകൊണ്ടാണ്. കൂടെ N ജയരാജും നിന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രമോദ് നാരായണനെതിരെയാണ് ഇതിൽ ഏറ്റവും വലിയ വിമർശനമുണ്ടത്. അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണനെ ഇങ്ങനെ വിമർശനം തുറന്നുന്നയിക്കുകയും അതിന് പുറത്താക്കുകയൊക്കെ ചെയ്തത്. അതായത് കേരള കോൺഗ്രസ് എമ്മിലൊരു വലിയ വികാരമുള്ളത് ഈ മുന്നണി മാറ്റം സാധ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടി പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നില്ല. അപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണം പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും ഒക്കെയാണ് എന്നുള്ളതാണ്. എന്തായാലും പ്രമോദ് നാരായണനെതിരെ ഒരുപക്ഷെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ കാണേണ്ടത്. അതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത. സാധാരണഗതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലൊരു ചർച്ചകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അതാണൊരു പ്രാധാന്യമുള്ളത്. അവിടെ പക്ഷേ ജോസ് കെ മാണി ആദ്യം തന്നെ എന്തെങ്കിലും വിലക്കിടുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവർ തോറ്റ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റായിരുന്ന മണ്ഡലങ്ങളിൽ വലിയ കാര്യമായ തോൽവിയല്ല ഉണ്ടായത്. മറ്റ് പലയിടത്തും CPM-ന് ഏറ്റ അത്ര പോലും ഭൂരിപക്ഷത്തിലല്ല തോറ്റത് എന്നതൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ അതൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത നിലയിലാണ്. ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്ന സാഹചര്യം. ശക്തി കേന്ദ്രങ്ങളാണ് പലതും എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഒന്നിൽ പോലും ജയിച്ചു കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരെ അമ്പരപ്പിച്ചത്. എന്തായാലും എങ്ങനെയാണ് ഇനി തിരിച്ചു കയറേണ്ടി വരിക, എങ്ങനെ തിരിച്ച് സീറ്റുകളിലേക്കൊക്കെ എത്താൻ കഴിയും, ഭാവിയിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയം എന്ത് എന്നത് സംബന്ധിച്ചുള്ളൊരു പ്രാഥമിക ചർച്ചയെങ്കിലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും നല്ല സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കൃത്യമായിട്ടുള്ള വിമർശനത്തിലുള്ള സാധ്യതയുണ്ട്. ജി ശ്രീജിത്താണ് കോട്ടയം വിവരങ്ങൾ നൽകിയത്. കൂടുതൽ അപ്ഡേറ്റുകൾ വരും ബുള്ളറ്റിനിലും ജി ശ്രീജിത്ത് പങ്കുവയ്ക്കും. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പശ്ചിമ ബംഗാളിന്റെ ആദ്യ BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞ. VV വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, അങ്ങനെ പശ്ചിമ ബംഗാളിന്റെ അധികാരി ഏറ്റെടുക്കുകയാണ്. എപ്പോഴാണ് സത്യപ്രതിജ്ഞ? ആരൊക്കെയായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്താൻ പോകുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ? എൽദോ, ചരിത്രത്തിൽ ആദ്യമായാണ് പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്നത്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയും ഇന്ന് രാവിലെ 10 മണിക്ക്
ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തും. രാജ്യത്ത് തന്നെ 17ാമത്തെ BJP സർക്കാരിലുള്ള NDA ഭരണത്തിലുള്ള മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് സുവേന്ദു അധികാരി ഈ അധികാരമേൽക്കുന്നത്. റൈറ്റേഴ്സ് ബിൽഡിംഗ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസ്. നേരത്തെ മമതാ ബാനർജി ഉപയോഗിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് ആയിരിക്കില്ല, മറ്റൊരു ഓഫീസിലായിരിക്കും സുവേന്ദുവിൻ്റെ പ്രവർത്തനം നടക്കുക. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് BJP വലിയ നേട്ടമായി തന്നെയാണ് ഈ വിജയത്തെ ഉയർത്തിക്കാട്ടുന്നത്. 294 അംഗ നിയമസഭയിൽ 209 സീറ്റുകൾ നേടിയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിലെത്തുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. RG കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാവ് രത്ന ദേബ്നാഥ്, ഭാരത സേവാശ്രമത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കെത്തിയ ഉൽപ്പൽ മഹാരാജ് എന്നിവർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ എന്നിവർക്ക് പ്രധാന വകുപ്പുകൾ നൽകുമെന്ന വിവരവും ഇപ്പോൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നിസിത് പ്രാമാണിക്, അർജുൻ സിംഗ്, രൂപ ഗാംഗുലി തുടങ്ങി മുതിർന്ന നേതാക്കളും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. BJPയെ സംബന്ധിച്ച് പശ്ചിമ ബംഗാളിലെ വിജയം അത് വലിയ നേട്ടമാണ്. കാരണം 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് BJP വരുന്നത്. ഏതാണ്ട് 3.5 പതിറ്റാണ്ടോളം CPM ഭരിച്ച പശ്ചിമ ബംഗാൾ, അവിടെ ഒരുപക്ഷെ BJP എപ്പോഴെങ്കിലും അധികാരത്തിലെത്തുമോ എന്ന തരത്തിലുള്ള ഒക്കെ സംശയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് BJP ഇപ്പോൾ വലിയ തേരോട്ടം നടത്തിയിരിക്കുന്നത്. എൽദോ, BJPയുടെ ചരിത്ര ദിനമാണ് ബംഗാളിൽ നിന്ന്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അതൊരു വൻ സംഭവമാക്കി മാറ്റും BJP എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ബംഗാളിലേക്ക്, കൊൽക്കത്തയിലേക്ക് എത്തുകയാണ്. വിനോദാണ് ചേർന്നത്. രാഷ്ട്രീയമായി വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് എങ്കിലും തമിഴ്നാട്ടിൽ സംസ്ഥാന തലത്തിൽ CPM-ഉം BJP-യും അയൽവാസികളാണ്. രണ്ടുപേരുടെയും സംസ്ഥാന ആസ്ഥാനം നിൽക്കുന്നത് തൊട്ടടുത്താണ്. ചെന്നൈ നഗറിലെ വൈത്തി രാമൻ സ്ട്രീറ്റിൽ 2 കെട്ടിടങ്ങൾ മാത്രം അകലെയാണ് CPM-ഉം BJP-യും. ചെന്നൈ ടി നഗർ വൈത്തി രാമൻ സ്ട്രീറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് CPM-ൻ്റെയും BJP-യുടെയും സംസ്ഥാന ആസ്ഥാനങ്ങളുള്ളത്. ഇത് CPM-ൻ്റെ സംസ്ഥാന ആസ്ഥാനമാണ്. P രാമമൂർത്തി നിனைവകം, അതായത് രാമമൂർത്തി മെമ്മോറിയൽ. ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു വിജയ്ക്ക് പിന്തുണ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ നിർണായകമായ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നത് ഈ ഒരു CPM-ൻ്റെ ഓഫീസിലാണ്. എന്നാൽ ഇതിന് കുറച്ചപ്പുറത്ത് തൊട്ട് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് അവിടെ BJP-യുടെ സംസ്ഥാന ആസ്ഥാനവും നിലകൊള്ളുന്നത്. കമലാലയ എന്ന് പേരിട്ട BJP-യുടെ സംസ്ഥാന ആസ്ഥാനം ഈ CPM-ൻ്റെ ഓഫീസിൻ്റെ 2 ബിൽഡിങ് ഇപ്പുറത്ത് മാത്രമാണ്. അവിടെയും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. BJP-ക്ക് 1 MLA ആണുള്ളത്, CPM-ന് 2 MLA, രണ്ടും 2 ധ്രുവങ്ങളിലായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. പക്ഷേ ചർച്ചകളൊക്കെ ഒരു തെരുവിൽ തന്നെ, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൽ തന്നെ 2 ബിൽഡിങ്ങുകൾക്കപ്പുറം ഇപ്പുറമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് BJP-യുടെ ഇവിടുത്തെ ആസ്ഥാനം. കമലാലയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം BJP-യുടെ നരേന്ദ്രമോദിയുടെയും ദേശീയ നേതാക്കളുടെയും സംസ്ഥാന നേതാക്കളുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ നിർണായകമായ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനം വിജയ്ക്ക് ഒരിക്കലും BJP പിന്തുണ കൊടുക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം DMK ആണ് BJP വിജയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലൊക്കെയുള്ള ചർച്ചകൾ നടത്തുന്നത്. ഒരുപക്ഷെ DMK ADMK ലയനം വരികയാണെങ്കിൽ അവിടെ നിർണായകമാവുക BJP-യുടെ തീരുമാനവും മറ്റ് നടപടികളൊക്കെ കാരണം ADMK-യും BJP-യും സഖ്യകക്ഷികളാണ്. അപ്പോൾ DMK ഒരിക്കലും BJP-യുടെ പിന്തുണയുള്ള ADMK ഒരുമിച്ച് ചേർക്കാൻ സമ്മതിക്കണമെന്നില്ല. അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കുക 1ഉം 2ഉം സീറ്റുകളുള്ള ചെറിയ കക്ഷികളാണ്, അതായത് BJP-യും CPM-ഉം ഒക്കെയാണ്. എന്നാൽ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് ഒരു സ്ട്രീറ്റിൽ 2-3 കെട്ടിടങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും ആണെന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ ഒരു കൗതുകം. ചെന്നൈയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഇനി നമ്മൾ പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിത യാത്രയ്ക്കായി പ്രൊജക്ട് ഫ്രീഡം ആരംഭിക്കുമെന്ന് അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റേതാണ് ഈ പ്രഖ്യാപനം. ഇതുവഴി വാണിജ്യ കപ്പലുകളെ ഹോർമുസ് കടക്കാൻ US പടക്കപ്പലുകൾ സഹായിക്കുമെന്നാണ് ട്രംപ് അറിയിക്കുന്നത്. ഇറാനും അമേരിക്കയും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പരസ്പരം ആക്രമണങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം.
ദ്വീപിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ കടലിൽ എണ്ണച്ചോർച്ചയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ദിവസങ്ങളായി നമ്മൾ പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതയെപ്പറ്റി പറയുന്നു. ഇടയ്ക്ക് ആ വെടിനിർത്തൽ വന്നതിൻ്റെ ആശ്വാസമുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും സാഹചര്യങ്ങൾ സങ്കീർണമാണ്. ഈ പ്രൊജക്ട് ഫ്രീഡം എന്താണ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? എൽദോ, ഈ പ്രോജക്ട് ഫ്രീഡം എന്ന് പറയുന്ന US-ന്റെ ഓപ്പറേഷൻ അത് നേരത്തെ തന്നെ അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ്. US സെൻട്രൽ കമാൻഡാണ് ഇത്തരമൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ട്രംപ് പിന്നീട് ഇത് തള്ളിക്കളയുകയായിരുന്നു. ഹോർമുസിൽ അത്തരമൊരു സാഹചര്യമില്ല, അതുകൊണ്ട് തന്നെ ഇറാൻ്റെ നാവികശേഷിയും അതുപോലെ തന്നെ അവരുടെ സൈനിക കപ്പാസിറ്റി എല്ലാം പൂർണ്ണമായി ഇല്ലാതായി, അതുകൊണ്ട് ഇത്തരമൊരു ഓപ്പറേഷൻ ഇപ്പോൾ നടത്തേണ്ട സാഹചര്യമില്ല എന്ന് ട്രംപ് പിന്നീട് പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്ക പ്രോജക്ട് ഫ്രീഡം നടപ്പിലാക്കാൻ ആണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ട്രംപ് തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. ഇത് ഒരു ഷോർട്ട് ടേം ആയിട്ടാണ് അമേരിക്ക നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദീർഘകാലം ഇത് നടപ്പിലാക്കേണ്ടി വരില്ല. ഒരു കുറഞ്ഞ കാലത്തേക്ക്, അതായത് ഇറാനുമായിട്ടൊരു ഡീൽ ഉണ്ടാകുന്നത് വരെ കപ്പലുകളെ സുരക്ഷിതമായി ഹോർമുസ് കടക്കാൻ അനുവദിക്കുന്ന ഒരു ഉപാധി, അത് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഈ പ്രോജക്ട് ഫ്രീഡം നടപ്പിലാക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് US ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമുക്ക് കാണാനാകും. കഴിഞ്ഞ ദിവസം 3 US കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ യാതൊരു പ്രകോപനവുമില്ലാതെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത്. ഇറാന്റെ ചെറു ബോട്ടുകളും അതുപോലെ മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ചാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. അതിനു പിന്നാലെ ഇറാന്റെ 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ US പ്രത്യാക്രമണം നടത്തി. US സെൻട്രൽ കമാൻഡ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടു. മാത്രമല്ല ഇറാനുള്ളിലെ ചില സൈനിക കേന്ദ്രങ്ങളിലേക്കും US ആക്രമണം നടത്തിയിട്ടുണ്ട്. ഖാർഗ് ദ്വീപ് ഇറാനിലുള്ള ഏറ്റവും വലിയ ഓയിൽ ഫെസിലിറ്റിയാണ്. ഇവിടേക്കും ആക്രമണം നടന്നിരുന്നു. ഇവിടെ ഇപ്പോൾ ആക്രമണം നടന്നതിന് പിന്നാലെ ഇവിടെ എണ്ണച്ചോർച്ച നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇത് എത്രമാത്രമാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അല്ലെങ്കിൽ ഇത് കടൽ ജലത്തെ മലിനമാക്കുന്ന തരത്തിൽ ഇത് കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. എങ്കിലും ഈ ദ്വീപിൻ്റെ ചുറ്റും എണ്ണ തളം കെട്ടി നിൽക്കുന്നത് പോലെയുള്ള ചില അടയാളങ്ങൾ അത് പുറത്തു വന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നടന്നിട്ടുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ US ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇറാൻ ഒരു കരാറിന് വേണ്ടി സമ്മതിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും US മുന്നോട്ട് വെച്ച സമാധാന നീക്കങ്ങളിലുള്ള ഇറാന്റെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് തന്നെ ഇറാൻ ഒരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ട്രംപും അതുപോലെ US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയും പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി പറയുന്നത് ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള എല്ലാ ഒരു നയപരമായിട്ടുള്ള നീക്കങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ US അനാവശ്യമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്തുന്നതായിട്ടാണ് അബ്ബാസ് അരക്ചി പറയുന്നത്. ഇപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയായിരുന്നു. അപ്പോഴാണ് അമേരിക്ക അനാവശ്യമായി സൈനിക നടപടികളിലേക്ക് കടക്കുന്നതെന്നും ഇപ്പോൾ ഒരു കടുത്ത രീതിയിലുള്ള വിമർശനമുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ഈ ചർച്ചകൾക്കുള്ള ഒരു കാര്യങ്ങൾ കൂടി പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ തീരുമാനം എന്താകുമെന്ന് അറിയില്ല. US-ന്റെ പ്രോജക്ട് ഫ്രീഡം അത് എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ വ്യാപ്തി എന്തുമാത്രമാണ് എന്നും നമുക്ക് നിലവിൽ വ്യക്തമല്ല. ഇത് കപ്പലുകൾക്ക് അകമ്പടി ഒഴുക്കുന്ന ഒരു മിഷൻ അല്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അല്ലാതെയുള്ള ഒരു സൈനിക ഓപ്പറേഷൻ വഴിയാണ് ഇത് നടത്തുക എന്നാണ് സെൻട്രൽ കമാൻഡ് പറഞ്ഞിട്ടുമുള്ളത്. റൈറ്റ്, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷം അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഹോർമുസിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കഞ്ചിക്കോട് സിഗ്നലിന് സമീപം CNG സിലിണ്ടറുകളുമായി പോവുകയായിരുന്ന ലോറിയിൽ നിന്ന് CNG ലീക്കായി വാൽവ് പൊട്ടിയതാണ് ഇത്തരത്തിൽ ഗ്യാസ് ലീക്കാവാൻ കാരണമായത്. അപകട സമയത്ത് ഡ്രൈവർ മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. സംഭവത്തെ തുടർന്ന് വിവരമറിഞ്ഞ കഞ്ചിക്കോട് ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപകടത്തിലായ CNG സിലിണ്ടർ റോയിലെ ഗ്യാസ് മുഴുവൻ പോയതിനു ശേഷം മാത്രമാണ് മറ്റ് സിലിണ്ടറുകൾക്കും വാൽവുകൾക്കും കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കാൻ സാധിച്ചത്. വേനൽ കടുത്തതോടെ കബനിയുടെ പ്രധാന കൈവഴിയായ പനമരം പുഴയിൽ പായൽ പടരുന്ന പ്രതിഭാസം വീണ്ടും തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. കഴിഞ്ഞ പ്രളയത്തിന് ശേഷമാണ് പുഴയിൽ ഇത്തരത്തിൽ പ്രത്യേക നിറത്തിലും രൂപത്തിലുമുള്ള പായൽ വ്യാപകമായി കണ്ടു തുടങ്ങിയത്. ഒഴുക്ക് നിലച്ച പുഴയിൽ സ്വർണ്ണ നിറത്തിൽ പായൽ പരന്നതോടെ കുടിവെള്ള പദ്ധതികളെല്ലാം ഭീഷണിയിലാണ്. മാനന്തവാടി മേരി മാതാ കോളേജിലെ
ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഇത് ആൽഗകളുടെ അമിത വളർച്ചയാണ് എന്നാണ് കണ്ടെത്തിയത്. വേനൽ കനത്തതോടെ വയനാട്ടിലെ പനമരം വലിയ പുഴയുടെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ച മട്ടാണ്. ഇതോടെയാണ് പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ യൂഗ്ലൈനോഡ് വിഭാഗത്തിൽപ്പെട്ട ആൽഗകൾ പടർന്നു പിടിക്കുന്നത്. ആദ്യ ദിനങ്ങളിൽ വെള്ളത്തിന് മുകളിൽ എണ്ണ കലർന്നത് പോലെയാണ് പായൽ കണ്ടു തുടങ്ങിയത്. എന്നാൽ കടുത്ത വെയിലും ചൂടും ഏൽക്കുന്നതോടെ ഇവ നിറം മാറി സ്വർണ്ണ നിറത്തിലോ തവിട്ട് നിറത്തിലോ പുഴയ്ക്ക് മുകളിൽ പാട പോലെ അടിഞ്ഞുകൂടുന്നു. മാനന്തവാടി മേരിമാത കോളേജ് ജന്തുശാസ്ത്ര വിഭാഗവും ഫൈ എക്കോസിസ് ഫൗണ്ടേഷനും സംയുക്തമായി നടത്തിയ പഠനത്തിൽ യൂഗ്ലൈന വിഭാഗത്തിൽപ്പെട്ട ആൽഗകളുടെ അമിത വളർച്ച അഥവാ ആൽഗൽ ബ്ലൂം ആണ് ഇതെന്ന് വ്യക്തമായി. കൃഷിസ്ഥലങ്ങളിൽ നിന്നുള്ള വളങ്ങളുടെ ഒഴുക്കും പുഴയിലേക്ക് എത്തുന്ന മാലിന്യങ്ങളുമാണ് ആൽഗകൾ ഇത്ര വേഗത്തിൽ പെരുകാൻ കാരണമാകുന്നത്. ഇതൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അമോണിയയുടെ അളവ് അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്രിഫിക്കേഷൻ പിന്നെയും കൂടും. അപ്പോൾ ജലത്തിൽ ഓക്സിജന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. ചെറു ജീവികളൊക്കെ ഇത് കാരണം കൊണ്ട് തന്നെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലം കൂടുതൽ മലിനമാകാനാണ് സാധ്യത. പായൽ നിറഞ്ഞതോടെ പുഴയിലെ മത്സ്യസമ്പത്ത് വലിയ തോതിൽ കുറഞ്ഞുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രികാലങ്ങളിൽ ഈ ആൽഗകൾ വെള്ളത്തിലെ ഓക്സിജൻ വലിയ തോതിൽ വലിച്ചെടുക്കുന്നത് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമാകുന്നുണ്ട്. ഇവ നശിക്കുന്നതോടെ വെള്ളത്തിൽ ദുർഗന്ധം വരാനും അമോണിയ പോലുള്ള രാസവസ്തുക്കൾ കലരാനും സാധ്യതയുണ്ടെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ക്ലോറിനേഷൻ നടത്തിയാൽ പോലും ദോഷകരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാമെന്നതിനാൽ ശാസ്ത്രീയമായ പരിശോധനയില്ലാതെ ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കരുതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പനമരം പുഴയെ ആശ്രയിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികളുള്ളതിനാൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പുഴയെ പായൽ മുക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇപ്പോഴും ആൾക്കാർ ഈ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാലും ഇതിനോട് കൃത്യമായിട്ട് പഠിച്ചിട്ട് സർക്കാർ ഇതിന്റെ വിദഗ്ധന്മാരെ പഠിച്ചിട്ട് ഇത് ഈ പുഴയെ രക്ഷിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. വേനൽ മഴ ലഭിച്ച് പുഴയിൽ ഒഴുക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ കടുത്ത ജാഗ്രത തുടരേണ്ടി വരും. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഇന്ന് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ജന്മദിനങ്ങളും മറ്റ് ആഘോഷങ്ങളൊക്കെ നടത്തുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ, ആശംസകളൊക്കെ നേരുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മാവേലിക്കര സ്വദേശിനി ആരാധന മോൾക്ക് എല്ലാവിധ ആശംസയും നൽകുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകൻ അഖിലിൻ്റെയും ഒപ്പം രേഖയുടെയും മകളാണ് ആരാധന. ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ സന്തോഷത്തോടും കൂടി ഇരിക്കുക. ബെസ്റ്റ് വിഷസ്. ഇന്ന് 6ാം ജന്മദിനം ആഘോഷിക്കുന്ന തിരുവനന്തപുരം നരുവാമൂട് സ്വദേശികളായിട്ടുള്ള ചിഞ്ചുവിൻ്റെയും പ്രവീണിൻ്റെയും മകൻ ആദിദേവിനും ആശംസകൾ നൽകുന്നു. ആദിദേവ്, ഹാപ്പി ബർത്ത്ഡേ. സച്ചിൻ്റെ പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ സുരേഷും അമ്മ ബീനയുമാണ്. ഗുജറാത്തിൽ നിന്ന് ഒപ്പം ജ്യേഷ്ഠൻ ശശാങ്കും ആശംസ അറിയിക്കുന്നു. സച്ചിൻ, ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബർത്ത്ഡേ ഉണ്ടാവട്ടെ. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. 9 മണി വാർത്തയിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ, അത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ചർച്ചകൾ, ഇതിലേക്കൊക്കെ വിശദമായി എത്താം. ഇപ്പോൾ രാവിലെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.